ആഗോള എണ്ണ വിപണിയിൽ ഇന്ത്യ ഒരു വമ്പൻ അട്ടിമറിക്ക് തയ്യാറെടുക്കുകയാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ അമ്പരപ്പോടെ ഇന്ത്യയിലേക്ക് നോക്കുന്ന കാഴ്ചയാണിപ്പോൾ. നിങ്ങൾക്കറിയാമോ, ലോകത്തെ വമ്പൻ ശക്തികൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം കടുപ്പിക്കുമ്പോഴും ഇന്ത്യയിലേക്ക് ഒഴുകുന്നത് കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ്. പെട്രോൾ ഡീസൽ വിലയിൽ വരാനിരിക്കുന്ന ആ വലിയ മാറ്റം എന്താണ്? ഇന്ത്യൻ റിഫൈനറികൾ എങ്ങനെയാണ് ലോകത്തിന്റെ നെറുകയിലെത്തുന്നത്? ഇന്ത്യയുടെ ഓരോ എണ്ണ ഇറക്കുമതിയിലും നമ്മൾ ലാഭിക്കുന്നത് 10,000 കോടി രൂപയാണ്. എന്താണ് റഷ്യൻ എണ്ണയുടെ ഈ മാജിക്? നമുക്ക് പരിശോധിക്കാം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഇന്ത്യ ആ പ്രതിസന്ധിയെ ഒരു വലിയ അവസരമാക്കി മാറ്റി. പ്രമുഖ സാമ്പത്തിക മാധ്യമമായ ദ മിന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം റഷ്യൻ എണ്ണ വിതരണക്കാർ ഇപ്പോൾ ഇന്ത്യൻ റിഫൈനറികൾക്ക് ബാരലിന് $8 വരെയാണ് കിഴിവ് വാഗ്ദാനം ചെയ്യുന്നത്. ഒക്ടോബർ മാസത്തിന് ശേഷം ഈ കിഴിവ് ഇരട്ടിയായി വർദ്ധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. റഷ്യയുടെ പ്രമുഖ കമ്പനികളായ റോസ്നെഫ്റ്റിനും ലുക്കോയിലും മേൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം കടുപ്പിച്ചതോടെ റഷ്യയ്ക്ക് തങ്ങളുടെ എണ്ണ വിറ്റഴിക്കാൻ വിശ്വസ്തരായ പങ്കാളികൾ ആവശ്യമായി. ഇവിടെയാണ് ഇന്ത്യ ഒരു ഗെയിം ചേഞ്ചറായി മാറിയത്. സാമ്പത്തിക നേട്ടത്തിന്റെ കണക്കുകൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഡിമാൻഡിന്റെ ഏകദേശം 88% ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റുന്നത്. എണ്ണവിലയിൽ ഉണ്ടാകുന്ന ഓരോ ഡോളറിന്റെ കുറവും ഇന്ത്യയുടെ ഇറക്കുമതി ചെലവിൽ വർഷം തോറും ഏകദേശം 13,000 കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന ഈ വമ്പൻ ഡിസ്കൗണ്ട് നമ്മുടെ കറന്റ് അക്കൗണ്ട് കമ്മി കുറയ്ക്കാൻ സർക്കാരിനെ വലിയ രീതിയിൽ സഹായിക്കുന്നു. ബാങ്ക് ഓഫ് ബറോഡയിലെ ചീഫ് ഇക്കണോമിക് മദൽ സപ്നാവിസ് നിരീക്ഷിക്കുന്നത് പോലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില $60 നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഈ അധിക കിഴിവ് ഇന്ത്യൻ റിഫൈനറികൾക്ക് വലിയ ലാഭവിഹിതം നൽകും. ഇന്ത്യയെ ഇന്ന് ലോകം ഒരു എണ്ണഖനി എന്ന നിലയിലാണ് നോക്കിക്കാണുന്നത്. കാരണം നമ്മൾ വെറും ഒരു ഉപഭോക്താവ് മാത്രമല്ല, ലോകത്തിലെ 4ാമത്തെ വലിയ എണ്ണ ശുദ്ധീകരണശാല കൂടിയാണ് ഇന്ത്യ. നിലവിൽ 258 മില്യൺ ടണ്ണാണ് ഇന്ത്യയുടെ ശുദ്ധീകരണ ശേഷി. 2030 ഇത് 310 മില്യണായി ഉയരും. പിന്നെ ആന്ധ്രാപ്രദേശിലെ BPCL, രാജസ്ഥാനിലെ HCL തുടങ്ങിയ പുതിയ റിഫൈനറികൾ കൂടി സജ്ജമാകുന്നതോടെ ഇന്ത്യ ഈ മേഖലയിലെ അജയ്യമായ ശക്തിയായി മാറും. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് വാങ്ങി അത് ശുദ്ധീകരിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ അതിലൂടെ ഇന്ത്യ വലിയ വിദേശ നാണ്യമാണ് നേടുന്നത്. എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യ ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നുമില്ല. അത് മറ്റൊരു പ്രത്യേകത. നമ്മൾ നമ്മുടെ എണ്ണ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട്. ഇറാഖ്, സൗദി അറേബ്യ, UAE, ബ്രസീൽ, US തുടങ്ങി പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ എണ്ണ വാങ്ങുന്നുണ്ട്. എങ്കിലും റഷ്യ നൽകുന്ന ഈ വലിയ കിഴിവ് പകരം വെക്കാൻ മറ്റൊരു വിതരണക്കാരന് നിലവിൽ സാധിക്കില്ല. 2022 മുമ്പ് ഇന്ത്യ ആകെ ഇറക്കുമതിയുടെ വെറും 2.5% മാത്രമായിരുന്നു റഷ്യയിൽ നിന്ന് വാങ്ങിയത്. ഇന്നത് 35% ഉയർന്നു. ചുരുക്കി പറഞ്ഞ, അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഇന്ത്യയുടെ ഈ നയം വലിയ വിജയമായി മാറുകയാണ്. ഈ വമ്പൻ ഡിസ്കൗണ്ടുകൾ വരും ദിവസങ്ങളിൽ സാധാരണക്കാരന്റെ പോക്കറ്റിലേക്ക് എത്തുന്ന രീതിയിൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ കാരണമാകുമോ എന്നാണ് രാജ്യം അടുത്തതായി ഉറ്റുനോക്കുന്നത്. എണ്ണ വിപണിയിലെ ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടം ആഗോള സാമ്പത്തിക ക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് ഉറപ്പ്.